നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ശ്രീമതി ദൃശ്യ മാറോളി. നിങ്ങൾക്കൊക്കെ സുപരിചിതയാണ്. യാസീൻ സിനോജ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ, അതായത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കിയ ഒരു ടീച്ചറാണ്. ബി വി എന്ന സോങ്ങിലൂടെ അവരും വൈറലായി, പാട്ടും വൈറലായി, കുട്ടിയും വൈറലായി. അപ്പൊ നമുക്ക് ടീച്ചറെ ഇന്ന് പരിചയപ്പെടാം. എന്നല്ല ടീച്ചറെ പുതിയ വിശേഷങ്ങള്? നല്ല വിശേഷം. എന്തല്ല ടീച്ചറെ, ഒരു വീഡിയോ 9.4 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഒരു വീഡിയോ 109 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതായത് ഒന്ന് കേരളം മൊത്തം വൈറലായി. അതായത് വിദ്യാഭ്യാസ മന്ത്രി അടക്കം നിങ്ങളെ അനുമോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉടനീളം അത് വൈറലായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മള് ടീച്ചേഴ്സിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് കുട്ടികളുടെ കലാകായിക, അതായത് പഠിത്തം മാത്രമല്ല, നമ്മുടെ ടീച്ചേഴ്സ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ ഏരിയാസ് 360 ഡിഗ്രി ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ എല്ലാ ഏരിയയിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു സർഗവേള എന്ന് പറയുന്ന ഒരു പീരീഡ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു. അത് ഞാൻ മുന്നേയും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ദിവസം എന്താന്ന് വെച്ചാല്, ഫസ്റ്റ് ഞാൻ വീഡിയോ വൈറലാകുന്നത് 109 മില്യന്റെ ഹിന്ദി വീഡിയോ ആണ്. ആ കുട്ടികളെ കൊണ്ട് പറയുകയാണെങ്കിൽ അവര് ക്ലാസ്സിൽ സ്കൂളിൽ ഒരു പരിപാടിക്ക് നിൽക്കാത്ത കുട്ടികളാണ്. അതായത് ഒരു പരിപാടിക്കും അവര് ഒരു മത്സരത്തിനൊന്നും നിന്നിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇവര് പാടും എന്നുള്ളത് ഇങ്ങനെ കുട്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരും. ഞാൻ വിചാരിച്ചു എന്നാ ഒന്ന് പാടാൻ പറയാം. അപ്പൊ ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് ഇവരോട് പാടാൻ പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഭയങ്കര മടി, ഭയങ്കര നാണം. അപ്പം നമ്മള് ഒരു കുട്ടികളുമായിട്ടുള്ള ഒരു നല്ലൊരു ബന്ധമുണ്ട്, നല്ലൊരു ബന്ധമുണ്ട്. ടീച്ചറാണ്, ഒരു സെക്കൻഡ് മദർ എന്നുള്ള രീതിയിലും ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലും, എന്നാൽ ടീച്ചറും ആണ് താനും, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ കുറച്ചെല്ലാം ചോദിച്ചിട്ട് ഞാൻ എന്നാ നീ പാടണ്ട അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവർക്ക് വിഷമായി, ടീച്ചർ ചോദിച്ചിട്ട് പാടിയില്ലല്ലോ. അതുവരെ പാടാത്ത കുട്ടികളാണ്. ഞാൻ പുറത്തിറങ്ങിയപ്പോ എന്റെ കൈ പിടിച്ച് അവിടെ ഇരുത്തിട്ട്, മാം ഞാൻ പാടിത്തരാം, നമ്മൾ ടീച്ചർക്ക് വേണ്ടി പാടിത്തരാന്ന് പറഞ്ഞിട്ട് ഭയങ്കര നാണത്തോടെയാണ് പാടുന്നത്. അപ്പം ഗേൾസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ എല്ലാരും നോക്കിയിട്ട് ഇങ്ങനെ ആ നാണമുണ്ട്, അത് നാണം ഭയങ്കര എടുത്തു പറയുന്ന ഒരു വീഡിയോയില് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇത് വൈറലാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ്. 109 മില്യൺ വ്യൂസ് എന്നെല്ലാം പറഞ്ഞ, സത്യം പറഞ്ഞാല് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം എന്റെ ഫോണിന് എന്തോ പറ്റിയെന്ന് ഞാൻ വിചാരിച്ചു. നോട്ടിഫിക്കേഷൻ എല്ലാം വരുമ്പോ ഇത് പിന്നെ പോസ്റ്റ് ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഞങ്ങൾക്കൊരു തോന്നി ഇത്രയും നല്ല രസമായിരുന്നു കുട്ടികൾ പാടിയൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മളെ സ്കൂളിൽ, ഞാൻ മെരുമ്പൈ സ്കൂളിലാണ് ആ സമയത്ത്. അപ്പൊ സ്കൂളിൽ ചോദിച്ചു, മീഡിയ വിങ്ങിലെ ടീച്ചേഴ്സ്, മാഷന്മാർ, പിന്നെ ഒരു ടീച്ചറാണ്, അവര് ടീച്ചേഴ്സ് എല്ലാവരും നല്ല ഉഷാറാ എല്ലാത്തിനും. അപ്പൊ അവരോട് ചോദിച്ചു, ഈ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. കാരണം ഞാൻ സ്റ്റാറ്റസിൽ ഇട്ടപ്പോ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോ എനിക്കൊരു തോന്നി, എല്ലാരും എന്നാ ഇത്രയും ആള് നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ആൾക്കാർ കണ്ടാല് ഇനി ഈ ഒരു നാണം മാറിയിട്ട് ഇവർക്ക് ഒന്ന് മുന്നോട്ട് വരാൻ പറ്റുമല്ലോ. അങ്ങനെ എല്ലാരും അഭിപ്രായം ചോദിച്ചു. അങ്ങനെ മീഡിയ വിങ്ങിലെ ടീച്ചേഴ്സ്, അശ്വിൻ സാറ്, ദക്ഷിൺ സാർ, ദിൽജിത്ത് സാർ, മെൽവിന ടീച്ചർ, ഇവരൊക്കെയാണ്. അപ്പൊ ഇവരെല്ലാം സപ്പോർട്ടോട് കൂടി സ്കൂളിന്റെ പേരിലും എന്റെ പേരിലും കൊളാബിട്ടു. അങ്ങനെ ഇത് അങ്ങ് കത്തിക്കേറി. അതിനുശേഷം ആണ് യാസീൻ സിനോജ് എന്റെ അടുത്ത് വന്നിട്ട്, യാസീൻ സിനോന്റെ ക്ലാസ് ടീച്ചറാണ് ഞാൻ ആ സമയത്ത്. യാസീനെ വെച്ചു, മിസ് അവരെ വീഡിയോ എല്ലാം വൈറലായില്ലേ, എന്നാ എനക്കൊരു ഐറ്റം ഉണ്ട്, റാപ്പാണ്, ഇറക്കിയാലോ, മിസ് സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോ ഈ റാപ്പ് സോങ് എന്ന് പറയുമ്പോൾ വേടന്റെയും ഇതൊക്കെ വന്നിങ്ങനെ ആ ഒരു കുട്ടികളെല്ലാം അതിലേക്ക് വന്ന് ഓൾറെഡി. നമ്മളൊന്നും പഠിക്കുമ്പോ ആ ഒരു റാപ്പ് സാധനം അങ്ങനെ ഒരു ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ മേ ബി നമുക്ക് അറിയാത്തോണ്ടായിരിക്കാം. അങ്ങനെ നമ്മുടെ കുട്ടികളിലൊന്നും നമ്മളൊന്നും അധികം പാടി നടന്നിട്ടില്ല. അപ്പോ ഒരു പുതിയ ഐറ്റം ആണ്. അപ്പം സർഗവേള സമയത്ത് ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് പാടിക്കൂടാ, അവൻ പാടട്ടെ, ഞാൻ സപ്പോർട്ട് ചെയ്യാം, നീ പാട്. അങ്ങനെ ഒരു സപ്പോർട്ടില് ഞാനും അവനും കൂടിയിട്ട്, പിന്നെ അവൻ എന്റെ അടുത്ത് ഭയങ്കര ഓപ്പണാ, എല്ലാത്തിനും ഭയങ്കര നല്ല മോന. അപ്പൊ അതെ. അപ്പം അങ്ങനെ ഞാൻ ധൈര്യത്തിൽ അങ്ങ് പാടിക്കോന്നു കൂളായിട്ട് അങ്ങ് പാടി, അതും പോസ്റ്റ് ചെയ്ത്, അതും വൈറലായി. അങ്ങനെയാണ് അതിന്റെ സ്റ്റാർട്ടിങ്. അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി അവരെ ഓഫീസിൽ നിന്നൊക്കെ വിളിയൊക്കെ വന്നത് ഞാൻ ആദ്യം പ്രാങ്കാന്ന് വിചാരിച്ചെ. സ്കൂളിൽ നിന്ന് എച്ച്എമ്മും എല്ലാം മനോജ് മാഷൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചു, അഷറഫ് സാറ്, മനോജ് സാർ അവരെയൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് പ്രാങ്ക് ആണ്, ഒരു പ്രാങ്ക് കോളാന്ന്. ഞാൻ വിചാരിച്ച എന്റെ ജോലിയൊക്കെ പോവും. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്നാ നമുക്ക് എന്തെങ്കിലും ഫ്രീ പീരീഡ് ആണ്, സർഗവേളയിലാണ് എന്ന് പറയാ, എന്തെങ്കിലും പ്രശ്നം അങ്ങനെ വിചാരിച്ച ടെൻഷൻ. അപ്പൊ വിളി വരും, നിങ്ങൾ സംസാരിച്ചോന്ന് പറഞ്ഞപ്പോ അപ്പോഴാ മനസ്സിലായത് ഞാൻ വിചാരിച്ച പോലെ അല്ല, ഓൾറെഡി എവിടെയല്ലോ എത്തി. അപ്പൊ എന്നോട് പറഞ്ഞു, മനസ്സറൊക്കെ പറഞ്ഞു, ഇനി സോഷ്യൽ മീഡിയ ഫുള്ള് പത്രക്കാര് വരും, ടിവിക്കാര് വരും. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ തമാശ പറയുന്നു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഏതോ ലോകത്തായിരുന്നു.
നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ദൈവത്തോട് നന്ദി പറയുന്നു, എന്റെ മക്കളോട്, സപ്പോർട്ട് ചെയ്ത സ്കൂളിനോടും, എന്റെ കൂടെ നിന്ന് എല്ലാവരോടും നന്ദി പറയും. ഞാൻ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ ടീച്ചർ മുമ്പിൽ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ മകളെ 4ാം ക്ലാസ്സിൽ ഇവർ പഠിപ്പിച്ചിരുന്നു. അവർ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മോള് പറയുന്നത് ഇത്രയും നല്ല ടീച്ചറെ കണ്ടിട്ടില്ല, അപ്പം അത്രയും നല്ല ഒരു അനുഭവം. അപ്പോൾ ടീച്ചർക്ക് അന്നേരമാണ് മെരുവമ്പായി സ്കൂളിലേക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ ഇവള് വീട്ടിൽ വന്നിട്ട് ഫുള്ള് കരച്ചില്, നമ്മളെ ടീച്ചർ പോന്നാന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ് അപ്പോഴാന്ന് മനസ്സിലായത് ഒരു ടീച്ചർ ഒരു കുട്ടിൻ്റെ മനസ്സിലുണ്ടാക്കിയ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഈ ഒരു വൈറൽ സോങ്ങിന് ശേഷം ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയല്ലേ. അപ്പം ബെസ്റ്റ് ടീച്ചർക്കുള്ള സപ്പോർട്ടിങ് ടീച്ചർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുണ്ട്, ടോപ്പ് സിംഗർ, പിന്നെ ഒരുപാട് പത്രത്തിൽ വന്നു. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ? സ്വപ്ന കണ്ട പോലെ തോന്നി. കാരണം നമ്മള് സാധാരണ ഒരു രാവിലെ എണീച്ച ടീച്ചേഴ്സിന്റെ ലൈഫ് അറിയാലോ. രാവിലെ ഇറങ്ങുന്നു, ലെസൺ പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, ഇറങ്ങുന്നു, പഠിപ്പിക്കുന്നു, വരുന്നു, പിന്നെ ഫുഡ് കഴിക്കുന്നു. പിന്നെയും ടീച്ചേഴ്സിന് പറഞ്ഞാൽ മറ്റു ജോലി പോലെയല്ല. വീട്ടിലെത്തി കഴിഞ്ഞാലും സ്കൂൾ വർക്ക് ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ കുട്ടികളെ കാര്യം നോക്കണം. അപ്പൊ എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകണം. അപ്പൊ അതിനിടക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇതുപോലെ ഭയങ്കര ബിസി ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പം അവര് ആദ്യം പറയുമ്പോ അംഗീകരിക്കാൻ എനിക്ക് തന്നെ ഒരു ഡൗട്ടായിരുന്നു. ഞാനീ എന്ത് സംഭവം ഇത്, ഇവരൊക്കെ ഇതൊക്കെ തരുന്ന അതിന് ഞാൻ അർഹിക്കുന്നുണ്ടോ? അങ്ങനെ ആദ്യം എനിക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്നെ പോലെ കഷ്ടപ്പെടുന്ന ടീച്ചേഴ്സാണ്. അപ്പൊ എനിക്ക് മാത്രം ഇതിങ്ങനെ കിട്ടുമ്പോ, എന്നെ മാത്രം പെട്ടെന്ന് ഹൈലൈറ്റ് എന്റെ പേര് വന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അതുപോലെ പെട്ടെന്ന് ഇതുവരെ ഇല്ലാത്ത അനുഭവമല്ലേ ഇങ്ങനെ ആൾക്കാര് TV ചാനലുകാർ വരിക, പിന്നെ സമയമുണ്ടോ എന്ന് ചോദിക്കുക. ആദ്യം പറയുമ്പോ ഇങ്ങനെ പറയാ, ഇപ്പോ ഗ്രാമിക വരും, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ മാതൃഭൂമി വരും, മനോരമ, എന്നാ ഞാൻ അയച്ചു തരാം. അങ്ങനെ പിന്നെ ഒരു FM വിളിക്കും. പിന്നെ ലാസ്റ്റ് പഠിപ്പിക്കാനൊന്നും സമയം ഉണ്ടാവില്ല എന്നുള്ള ടെൻഷനായി, അത്രയും തിരക്കായി. പിന്നെ ടോപ്പ് സിംഗറിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് വിളി വന്നു, പെട്ടെന്നുള്ള തീരുമാനം, അതിങ്ങനെ വിളിച്ചു പോവാന്നുള്ള ഒരു നല്ല സപ്പോർട്ടാ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും തന്ന സപ്പോർട്ട് കൊണ്ടാ പോകാൻ പറ്റിയ. മക്കളെയൊക്കെ കൂട്ടി പോവാന്ന് പറഞ്ഞാല് വലിയ ഉത്തരവാദിത്തം. അപ്പൊ അങ്ങനെ പോയി MG ശ്രീകുമാർ, റിമി ടോമി ഇവരൊക്കെ കാണാൻ പറ്റി. അവരെല്ലാം സോങ് നമ്മൾ ചെറുതുന്നേ കേൾക്കുന്നതല്ലേ, അപ്പൊ അതെല്ലാം നേരിട്ട് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതിനൊക്കെ കാരണം എന്റെ മക്കള്, അവരെ കഴിവ് തന്നെയാണ്. അപ്പൊ അതിലൂടെ പിന്നെ എനിക്ക് സ്ലോലി തീർച്ചയായും അത് ഞാൻ പതുക്കെ എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുത്ത്, അതായത് എന്തുകൊണ്ടായിരിക്കാം. അപ്പൊ ഞാനും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ട്, നമ്മൾ തമാശക്കിട്ട വീഡിയോ ഉണ്ട്, ടോപ്പ് സിംഗറിന്റെ സ്റ്റുഡിയോന്റെ അതിൽ വെയിറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും യാസീനും കൂടി വെറുതെ ഇങ്ങനെ തമാശക്കൊരു വീഡിയോ എടുത്ത്. അപ്പൊ അതില് പറയുന്നുണ്ട്, പിന്നെ ദൃശ്യ ടീച്ചർ, ഞാൻ കാരണം ദൃശ്യ ടീച്ചർ വൈറലായി. അപ്പൊ ഞാൻ അവരോട് പറയുന്നുണ്ട്, നീ വൈറലായത് ഞാന് വീഡിയോ ഇട്ടോണ്ടാന്ന്, ആഹാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചിരിക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അത് നല്ല ഫ്രണ്ട്ലി ടോക്ക് ആയിരുന്നു കേട്ടോ, അങ്ങനെ അടിയൊന്നല്ല. അപ്പൊ ഭയങ്കര സന്തോഷത്തോടെ. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ശരിയാണ്, നമ്മൾ ചെയ്യുന്ന, കാരണം മുന്നേ ടീച്ചേഴ്സെല്ലാം ഒരുപാട്, കുറെ മുന്നത്തെ കാര്യമല്ല, എന്നാലും ടീച്ചേഴ്സൊക്കെ ഒരുപാട് നല്ല ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സിന് കുറച്ചും കൂടി എന്താ പറയാ, ഇത് ഇങ്ങനെയുള്ള കുട്ടികളെ കഴിവുകൾ പുറത്ത് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള അവസരങ്ങളുണ്ട്. കാരണം ഇപ്പോ മൊബൈൽ ഫോണിലായാലും മറ്റ് ഒരുപാട് മാർഗങ്ങളുണ്ട് അവർക്ക്, അവരെ കുട്ടികളെ കുറച്ചും കൂടി അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ട് അവർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഡ്യൂട്ടി ഞാൻ ഭംഗിയായി ചെയ്തു എന്നുള്ളതില്, അപ്പൊ അതില് കിട്ടിയൊരു അപ്രിസിയേഷൻ, അത് ഞാൻ ഡിസേർവിങ് ആണെന്ന് എനിക്ക് കുറെ ആള് പറഞ്ഞപ്പം ഞാൻ ആലോചിച്ചപ്പോ എനിക്കും റിയലൈസ് ചെയ്ത് ഒരുപാട് സന്തോഷം. എൻ്റെ മകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര സപ്പോർട്ടിങ് ആണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമ്മളൊരു ടീച്ചിങ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ കുട്ടികൾ എങ്ങനെയാ, അപ്പോൾ പറഞ്ഞാലൊക്കെ കേൾക്കുമോ, എല്ലാം അനുസരിക്കൊക്കെ ചെയ്യുമോ? അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ട്. നമ്മള് കുറെ ആൾക്കാരെല്ലാം പറയും, നന്നായിട്ട് കുട്ടികളുടെ അടുത്ത് കൂടുതൽ മിങ്കിളായി അവർക്ക് ഭയങ്കര ഒരു ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവർ തലേ കയറി നിറങ്ങുമെന്ന് ഒട്ടുമിക്ക ആളും പറയുന്നതാണ്. നമ്മളും പഠിച്ചിട്ടുണ്ട്, നമ്മളൊരു വിദ്യാർത്ഥിയായിട്ടാണ് പിന്നെ ടീച്ചർ ആവുന്നത്. അതുകൊണ്ട് കുട്ടികളെ ഒരു സൈക്കോളജി നമുക്കറിയാം. ഞാനൊരു അമ്മയും കൂടിയാണ്, അതുകൊണ്ട് മക്കളെ കാര്യം നന്നായിട്ട് മനസ്സിലാവും. എനിക്ക് പറയാനുള്ളത്,
നമുക്ക് ഫ്രീഡം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ഒരു സാധനമല്ല ഫ്രീഡം. പിന്നെ നമ്മൾ കുട്ടികളെ ഒരു സ്കൂളാകുമ്പോൾ അതിൻ്റെതായ റൂൾസും എല്ലാം വെച്ചിട്ട് കുട്ടികളെ ഒരു ഡിസിപ്ലിൻ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പം ജനിച്ചപാട് മക്കളെ രക്ഷിതാക്കൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുക ആവശ്യമുള്ളിടത്ത് എങ്ങനെ. അത് അവരെ നല്ലതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നല്ല രീതിയിൽ അത് കുട്ടികൾക്ക് നമ്മ ഇഷ്ടക്കേടില്ലാത്ത രീതിയിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാം. ഒരു കാര്യം രണ്ട് രീതി പറഞ്ഞു കൊടുക്കാം. ഒന്ന് അവരെ അടിച്ചമർത്തി ചെയ്യിപ്പിക്കാം, സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇതിൽ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത് സ്നേഹത്തോടെയാണ്. കാരണം കുട്ടികളെ സ്നേഹിച്ചാൽ അവർ തിരിച്ചും സ്നേഹിക്കും, നമ്മൾ പറയുന്ന കേൾക്കുകയും ചെയ്യും. അത് അത്രയും സിമ്പിൾ ആണ്. ഇപ്പം നമ്മള് ഒരു ക്ലാസ്സിനെ ഡിസിപ്ലിൻ ആണ് ഉദ്ദേശമെങ്കിൽ കുട്ടികളെ അടിച്ചിരുത്തി പേടിപ്പിച്ചിട്ടെല്ലാം ഇരുത്തുകയാണെങ്കിൽ ഈസിയാണ്. കുട്ടികളാണ്, അവർ പേടിച്ചിരിക്കുകയും ചെയ്യും. പക്ഷെ അത് ഒരിക്കലും അതൊരു വിജയമായിട്ട് കാണുന്നില്ല. അവരെ നമ്മളെ സ്നേഹത്തിലൂടെ നമ്മൾ പറയുന്നത് കേട്ട് അവർക്ക് അവരുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റണം താനും. എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവർ നിൽക്കാൻ വേണമെന്നാണെങ്കിൽ നല്ല രീതിയിൽ നിന്ന് അവർ ചെയ്യും. അത് അത്രയും സിമ്പിളാണ്, അതിൽ വലിയ പണിയൊന്നുമില്ല. ഞാനിപ്പോ അടുത്ത് ഒരു കോഴ്സ് ചെയ്തപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഒരു ക്ലാസ് ഫുൾ സൈലന്റ് ആണ് എന്ന് പറയുമ്പോൾ അതൊരു ഡിസിപ്ലിൻഡ് ആണ്. അത് ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു ക്ലാസ് എന്നല്ല അതിനർത്ഥം. അത് ടീച്ചർ സെന്റേർഡ് ക്ലാസ് ആണ്. ടീച്ചർ ഡിസിപ്ലിൻ, അതായത് ടീച്ചർ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആവുന്നു, പേടിപ്പിച്ചിരുത്തുന്നു. ആക്ച്വലി ഇപ്പോഴത്തെ ടീച്ചിങ് എന്ന് പറയുന്നത്, ലേണിംഗ് എന്ന് പറയുന്നത് ചൈൽഡ് സെന്റേർഡ് ആണ്. കുട്ടികളുടെ എൻഗേജ്മെന്റ് ആണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പം സിമ്പിൾ ആണ് ആക്ച്വലി. അവരെ സ്നേഹിച്ച് അവർ നമ്മൾ പറയുന്ന കേൾക്കും. സിമ്പിൾ. എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല കാര്യത്തില്. സ്നേഹ കൂടുതൽ കൊണ്ടുള്ള ചില ഇഷ്യൂസ് വരുന്നുണ്ട്. കാരണം ഞാനും ഇടയ്ക്ക് ഭയങ്കര ഇമോഷണൽ ആവലുണ്ട്. കാരണം മക്കളുമായിട്ടുള്ള ഒരു ബന്ധം അങ്ങനെയാണ്. അപ്പൊ ചിലവരെന്നോട് പറയും ഇത്രയും വേണ്ട, ഒരു ലിമിറ്റ് വെക്കണം. എനിക്കത് അറിയില്ല. എനിക്ക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് പഠിപ്പിക്കുമ്പോൾ എണീച്ച് നടക്കാൻ വിടുക അതൊന്നല്ല, അങ്ങനത്തെ കാര്യമൊന്നുമല്ല. നമ്മൾ പറയുന്നിടത്ത് അവരിയ്ക്കും ചെയ്യും. പക്ഷെ ചില സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഒരു വാക്കുകൊണ്ടോ അറിയാണ്ട് നിങ്ങൾ വിഷമായിട്ടുണ്ടെങ്കിലല്ലോ അത് നമ്മളെ എഫക്ട് ചെയ്യും. അത് നമ്മളെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പൊ അത്രയും ബോണ്ടിങ് വരുമ്പോ അങ്ങനെ ചിലപ്പം ഇച്ചിരി പ്രയാസങ്ങൾ വരുത്തുന്നുണ്ട്. അത് സ്ലോലി ബാലൻസ് ചെയ്ത് വരുന്നു. ചെറുപ്പകാലത്തെയുള്ള ആഗ്രഹമായിരുന്നു ഒരു ടീച്ചർ ആകുക എന്നുള്ളത്, അല്ലെങ്കിൽ അതായത് ഇനി ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ പെട്ടെന്ന് വന്നതാണോ? എങ്ങനെയാണ് ഈ ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് എത്തിയത്? ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ എനിക്ക് ടീച്ചർ ആവാനാണ് ആഗ്രഹം. അപ്പം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ടീച്ചിങ് ഇഷ്ടമുള്ള ആൾക്കാർ, ചെറുതിലെ ഇഷ്ടമുള്ള ആൾക്കാർ ഒരു വടിയൊക്കെ എടുത്ത് കാരണം നമ്മളെ ടീച്ചേഴ്സൊക്കെ വടിയെടുത്തിട്ടേ ക്ലാസ്സിൽ വരൂ. ടീച്ചേഴ്സിന്റെ വടീന്റെ പേടി കൊണ്ടാണ് പഠിച്ചതും. കുറെ ആളൊക്കെ പറയും അത് ബഹുമാനാണ്, ടീച്ചേഴ്സിനെ ആ ഒരു ബഹുമാനത്തോടെ കണ്ടൊരു സമയമാണ്. പേടിയും ബഹുമാനം, ഭയഭക്തി ബഹുമാനം എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പൊ ആ സമയത്ത് ടീച്ചർ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു വടിയെടുത്ത് വരുന്ന ഒരാളാണ്. അപ്പൊ വടിയെടുക്കും, ഉള്ള ചെടികളെല്ലാം എടുത്ത് പോയിട്ട് പഠിപ്പിക്കും, ബുക്ക് എടുത്ത് ഇങ്ങനെ പഠിപ്പിക്കും. പിന്നെ ഈ ബുക്സിലെല്ലാം ഇങ്ങനെ റെഡിങ് എടുത്തിട്ട് ഇങ്ങനെ ശരിയിടും. അന്നേരം തൊട്ടേ ടീച്ചിങ്ങിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ആലോചിച്ച് തുടങ്ങി, കുറച്ചും കൂടി വലുതായപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഞാൻ ടീച്ചർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുട്ടികളെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുട്ടികളല്ല, എപ്പോഴും നമ്മൾ കുട്ടികളെ കൂടി ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് എനിക്ക് ടീച്ചിങ് ഇഷ്ടം. കുറച്ചും കൂടി വലുതായി, കുറച്ചും കൂടി ഒരു മെച്ചൂരിറ്റി ലെവൽ കുറച്ചും കൂടി ഒന്ന് ഹൈ ആയപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഭയങ്കര പേടി തോന്നുന്ന ടീച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടം തോന്നുന്ന, ബഹുമാനം തോന്നുന്ന ടീച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഓഫീസിൽ ഒരു ആവശ്യത്തിന് പോയപ്പോൾ ഒരു സാറ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ സാർ ഇങ്ങനെ, ഞാൻ സാറിനോട് ഒരു ഡൗട്ട് വെച്ചു, ഫോം എന്തോ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഡൗട്ട് വെച്ചപ്പോൾ അവിടെ പുതിയ അഡ്മിഷൻ എടുക്കാൻ വന്ന പാരന്റ്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ സാർ എല്ലാവരും മുന്നിൽ നിന്ന് എന്നെ കഴുതേന്ന് വിളിച്ചു, ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് വിളിച്ചപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഇൻസൾട്ടായിട്ട് തോന്നി. ഒരു ഒരു ആ സാർ എത്രയോ ആളെ മുന്നിൽ നിന്ന് നമ്മളെ ഒരു കോളേജ് കോളേജിൽ നിന്നെല്ലാം അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രായം ആലോചിക്കണം. അപ്പം ഭയങ്കര അന്ന് മൊത്തം ഞാൻ കരഞ്ഞു. അതിനുശേഷം എനിക്ക് ആ വിഷയം ഇഷ്ടമായിരുന്നില്ല, ആ സാറോട് ഭയങ്കര ഒരു ഇഷ്ടക്കേടായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ നേരെ മറിച്ച് സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഇഷ്ടമുള്ള ടീച്ചർ ഉണ്ടാകുമ്പോൾ ആ വിഷയം എല്ലാം എന്താ പറയാ, ഹോംവർക്കാണ് ഹോംവർക്ക്, പഠിക്കേണ്ടത് മാർക്ക് നല്ലോണം കിട്ടണം, അങ്ങനെ ഇഷ്ടപ്പെട്ടു വരും. അപ്പൊ ഞാൻ മനസ്സിലായി. പിന്നെ ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഏവറേജ് ഇതിൽ പോകുന്ന ഒരു കുട്ടിയായിരുന്നു. ഒരുപാട് ഹൈ ഫുൾ മാർക്ക് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ തീരെ അങ്ങനെ നല്ല ഒരു ഏവറേജ് ലെവലിൽ പോകുന്ന കുട്ടിയായിരുന്നു. ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ടുണ്ട്, മിഡിൽ ബെഞ്ചിൽ, ഫസ്റ്റ് ബെഞ്ചിൽ മാറി മാറി ഇരുന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര സ്ലോ ലേണർ ആയിരുന്നു മുന്നേ.
അപ്പൊ എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, കുറച്ച് സമയം എടുത്തിട്ടേ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ടീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ പഠിപ്പിക്കുമ്പോൾ ചില ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ട് അതിന്റെ ഉത്തരം കിട്ടിയവർ ഫസ്റ്റ് എണീക്കുന്ന കുറച്ച് ആൾക്കാർ അവർക്ക് ശരി കിട്ടും, ബാക്കി അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പൊ നമ്മളെ പോലെയുള്ളവർക്ക് മനസ്സിലാവും, പക്ഷെ നമ്മളെ പിന്നെ അവരത് നമ്മളെ തിരിഞ്ഞു നോക്കൂല. അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു ടീച്ചേഴ്സ്. അപ്പം എന്നെ പോലെയുള്ളവർക്ക് അത് വലിയൊരു സ്ട്രഗിളും, പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ട്രോമയും ആയിരുന്നു. ഒരുപാട് ആൾക്കാർ കമന്റ്സിലൊക്കെ ടീച്ചർ സ്റ്റുഡന്റിന്റെ വീഡിയോ എന്നെല്ലാം ഇട്ടിട്ട് കാണാം, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ലൈഫായിരുന്നു സ്കൂൾ ലൈഫ്, കാരണം ടീച്ചർ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഉള്ള വൈബ് ടീച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള കമന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ടീച്ചർ ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് എന്റെ ടീച്ചിങ് ഫിലോസഫിയും. അതായത് ഞാൻ എന്നെ പോലെയുള്ള കുട്ടികളുണ്ടാവും, ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്ന പോലത്തെ മക്കൾക്ക് എങ്ങനെയുള്ള ടീച്ചറാണോ വേണ്ടേ ആ ടീച്ചർ ആവണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എനിക്കൊരു ഉത്തരവുണ്ട് അതിന്. കാരണം ടീച്ചർ എന്ന് പറയുമ്പോൾ നന്നായിട്ട് പഠിക്കുന്ന എല്ലാ നല്ല IQ ലെവലുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്ത് അവർ കയറിപ്പോവും. അല്ലാണ്ട് നമ്മളെ ഹെൽപ്പ് വേണ്ടേ, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കയറി വരുന്ന ഒരുപാട് മക്കളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ മനസ്സിലാക്കാൻ അവരെങ്ങനെയാ ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം, എനിക്കറിയാം. അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു മനസ്സിലാക്കുന്ന ഒരു ടീച്ചർ ആവണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ജോലിയിലേക്ക് വന്നത്. ടീച്ചർ പറഞ്ഞത് 100% സത്യമാണ്. അതായത് എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് 7th ചിലപ്പം മലയാളം ഇഷ്ടമുണ്ടാവും, അത് 8th വന്നാൽ ഇഷ്ടമുണ്ടാവില്ല. അതെന്ന് പറയുന്നത് ടീച്ചറോടുള്ള ആ ഒരു നമ്മൾ ടീച്ചറെ ഇഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സബ്ജക്റ്റിനോടും നമുക്ക് ആ ഒരു ഇഷ്ടം ഉണ്ടാവും. അത് എൻ്റെ ലൈഫിലും എനിക്കും ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പൊ ടീച്ചർ പറയുമ്പോഴാണ് ഓർമ്മ വന്നത്. ടീച്ചറെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ടീച്ചിങ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അത് നല്ല രീതിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ടീച്ചർ ഒരു പാരൻ്റാണ്, അപ്പോൾ അത് കൊണ്ടുപോകുന്നു അല്ലേ, ഒരു ഹസ്ബൻഡിൻ്റെ വൈഫാണ്, അപ്പോൾ അത് കൊണ്ടുപോകുന്നു. ഇതൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമുക്കെല്ലാം പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, ആ ഒരു സ്ലോ ഇതിൽ തന്നെ പോണ്ടേ. അതിനെ പറ്റിയിട്ട് ഒട്ടും ഈസി അല്ല, ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത് ഒട്ടും ഈസി ഉള്ള കാര്യമല്ല. പിന്നെ പഠിപ്പിക്കുക. ഞാനിപ്പോ MA ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന് പഠിക്കണം, അസൈൻമെന്റ്സ് ഒക്കെ എഴുതണം. പിന്നെ സ്കൂളിലെ പ്രിപ്പറേഷൻസ്, സ്കൂളിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോകില്ല, നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് ലെസൺ പ്ലാൻ ചെയ്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് എവിടെയൊക്കെ കൊടുക്കണം, എങ്ങനെ ക്ലാസ് ജോയ്ഫുൾ ആക്കാം എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് മെനക്കെട്ടാണ് ഞാൻ ഉൾപ്പെടെ എല്ലാ ടീച്ചേഴ്സും പോകുന്നത്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് ഉണ്ട്. പിന്നെ വീട്ടില് കുട്ടിയുണ്ട്, മോന്റെ പഠിത്തം കാര്യങ്ങളുണ്ട്, കരാട്ടെ ക്ലാസ് ഉണ്ട്, പിന്നെ കരാട്ടെ ഉണ്ട്. ഇപ്പൊ യെല്ലോ ബെൽറ്റ് ഇപ്പൊ യെല്ലോ ബെൽറ്റിലാണുള്ളത്. ഇപ്പം സമീർ സാറാണ്, മിരോമ്പൈല സാറാണ്, ഇവരൊക്കെയാണ്. പിന്നെ വീട്ടില് ചോദിച്ചു വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത്, അവരുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട്. അച്ഛൻ എക്സ് മിലിറ്ററി ആണ്, അമ്മ ഹൗസ് വൈഫാണ്, 2 അനിയത്തിമാരുണ്ട്, അവരും കല്യാണം കഴിഞ്ഞ് ഭാവിയൊക്കെ ആയിട്ട്. അപ്പൊ അവർക്ക് അത്യാവശ്യം, എൻ്റെ ഇളയ അനിയത്തിയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നന്നായിട്ട് ആക്റ്റീവാണ്. അപ്പൊ അത് അവളുടെ ഒരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ മോനെ മെയിൻലി പറയണം, മോന്റെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. അവന്റെ കാര്യങ്ങള് അതായത് ആൺകുട്ടികളാണ്, ചെറിയ മക്കളാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ടെങ്കിലും കൂടി എന്നെ മനസ്സിലാവും. ഞാനിപ്പോ എന്തെങ്കിലും റെക്കോർഡൊക്കെ ചെയ്യുകയാണെങ്കിൽ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാം. ഇടയ്ക്ക് എന്തായാലും അറിയാലോ, കുരുത്തക്കേടൊക്കെ ഉണ്ടാവും. പിന്നെ മാനേജ് ചെയ്യുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാ ദൈവത്തിനറിയാം. എങ്ങനെയാന്നറിയില്ല, മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോ ഫ്രണ്ട്സിനുള്ള അത്യാവശ്യമുള്ള കോണ്ടാക്ട്സ് അത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്, സ്കൂളിലെ കാര്യങ്ങള്, പിന്നെ സോഷ്യൽ മീഡിയ, പഠിപ്പിക്കല് എല്ലാം എങ്ങനെ പോകുന്നുണ്ട് ഒരു അമ്മ എന്നുള്ള നിലയിൽ. അങ്ങനെ പിന്നെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടാണ് മെയിനായിട്ട്. ഹസ്ബൻഡ് ഇപ്പം എന്തെങ്കിലും ഡിവൈസസ് വേണമെങ്കിലൊക്കെ ചോദിക്കും, അത് വേണോ, മൈക്കിന്റെ കാര്യം എന്തെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കും, അത് വേണോ ഇത് വേണോ. പിന്നെ ചിലപ്പം പറയും ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നെല്ലാം. ഒരു മെന്റൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും എല്ലാവരും സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് നല്ല രീതിയിൽ പോകുന്നു. എൻ്റെ മകളൊക്കെ നിങ്ങൾക്ക് അധികവും മെസ്സേജ് അയക്കുന്നത് കാണാം, റിപ്ലൈ കൊടുക്കുന്നതും കാണാം. അപ്പോൾ ഇവളെ 4th പഠിപ്പിച്ചത്, ഇപ്പോൾ ഇവള് 7th എന്നിട്ടും നിങ്ങളോടുള്ള ആ ഒരു കൂട്ട് വിട്ടിട്ടില്ല. അതുപോലെ തന്നെ എന്തായാലും അവളെപ്പോലെ തന്നെ ആയിരിക്കും ബാക്കിയുള്ള കുട്ടികളും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുമോ? അതിനൊക്കെ സമയം കണ്ടെത്തണ്ടേ? അതെല്ലാം എങ്ങനെയാണ്? ഇപ്പം പറഞ്ഞ പോലെ
സമയം എന്ന് പറയുന്നത് വലിയ ഒരു ഘടകമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അതിന്റെ കൂടെ തന്നെ കുട്ടികള്, കാരണം ഞാൻ ഈ ജോലിയിൽ സ്കൂളിൽ പോകുമ്പോൾ നമുക്കിപ്പോ ലൈഫിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും, എന്തെല്ലാം വിഷമം ഉണ്ടാവും. പക്ഷെ നമ്മൾ സ്കൂളിന്റെ ഗേറ്റ് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ അടുത്ത് എന്റെ ഒരു കൊളീഗ് ഇതിനെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു വോയിസിൽ ഓഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്, ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിന്റെ ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ടീച്ചർ എന്നോട് പറഞ്ഞതാണ്, ടീച്ചർ സ്കൂളിന്റെ ഗേറ്റിന് ഉള്ളിൽ വന്നു കഴിഞ്ഞാല് ഫുള്ള് ചിരിയും, ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് മക്കൾ തന്നെയാണ്. കുട്ടികളുമായിട്ടുള്ള ഒരു നല്ല ബന്ധം. അപ്പം ഞാന് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ എന്റെ മക്കള് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കണമെന്നും, അതുപോലെ അതിന് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു വിഷമിച്ചിട്ടോ അത് പഠിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കുറേ കാര്യങ്ങൾ പറയണ്ടാവും. ഓരോ ക്ലാസ്സിൽ ഓരോ ബെഞ്ചിലിരിക്കുന്ന ഓരോ കുട്ടികൾക്കും ഓരോ സ്റ്റോറി ഉണ്ടാവും. അപ്പൊ അവർക്ക് പറയാനും ടീച്ചറിനോടൊരു കംഫർട്ടബിൾ സോൺ കിട്ടി അവർ സംസാരിക്കും. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അവർ സംസാരിക്കും. ചിലപ്പം അവരെ വീട്ടിൽ പോലും പറയാത്ത, ഉമ്മാനോടും അച്ഛനോടും അമ്മേനോടും ഒന്നും പറയാത്ത കാര്യങ്ങൾ അവർ പറയും. അപ്പൊ ഇപ്പൊ സംസാരിക്കാൻ സമയമില്ലല്ലോ. അതെ, അപ്പൊ നമ്മൾ ഒരാള് കേട്ടിരിക്കാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതെ, നമ്മളൊരാള് കേട്ടിരിക്കുന്ന, അപ്പൊ അവരിങ്ങനെ വന്ന് ചിലപ്പോ അത് ചെറിയ, നിങ്ങളോടുള്ള ഇഷ്ടം, അതെ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവും. അതെ അതെ തന്നെയാണ് നിങ്ങളെ കൂടുതൽ കുട്ടികളിലേക്ക് അടുപ്പിക്കുന്നത്. ചിലപ്പോ അവര് പറയുന്നത് വളരെ സില്ലി ആയിട്ട് നമുക്ക് തോന്നുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം. വീട്ടിൽ പൂച്ചനെ വാങ്ങിയ പറയും, നേരെ മറിച്ച് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം പറയും. അവരെ നമ്മളിപ്പം നമ്മളെ ഒരു ലൈഫില് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു കാര്യം, ഒരു ഇതിലെത്തി നിൽക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചെറിയ കാര്യമാണ്. പക്ഷെ അവരെ ഒരു ഏജിൽ അതായത് അവർക്ക് വലിയ കാര്യമാണ്. അവരത്രയും വിഷമത്തോടെ ആയിരിക്കും അത് പറയാം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. കുട്ടികൾ പറയുന്നതൊന്നും സില്ലിയാക്കി ഇടരുത്. കാരണം പല കാര്യങ്ങളും ചിലപ്പോൾ അവര് വലിയ വിഷമത്തോടെ ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ അത് ആ രീതിയിൽ തന്നെ എടുക്കാൻ വേണം. അവര് മനസ്സിലാക്കി അവർക്ക് ഫീൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവര് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഈ മെസ്സേജുകൾ ഒരുപാട് വരും. എന്തൊക്കെ വരും അറിയാം. ഇപ്പം ഹൈസ്കൂളിലേക്ക് എത്തിയ കുട്ടികളുണ്ട്, ഇപ്പൊ ജോലി നോക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പോഴും മെസ്സേജ് അയക്കും. ഞാൻ ഫസ്റ്റ് ബഹ്റിനിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ അവിടുത്തെ അറബിക് പാരന്റ്സ്, പുറത്തുള്ള ജർമ്മനിയിലുള്ളത് എല്ലാം പുറത്തുള്ള കുറെ രാജ്യത്തുള്ള കുട്ടികളെ പാരന്റ്സ് ഒക്കെ പാരന്റ്സ് അടക്കം ഇപ്പോഴും മെസ്സേജ് അയക്കും, മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള മറ്റേ അയക്കും. അതെന്നെ സംബന്ധിച്ച് ഒരു വലിയ ദൈവാനുഗ്രഹം, എന്തോ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും കോണ്ടാക്ട് വെക്കുക എന്നുള്ളത്. ഈസി അല്ല, പക്ഷെ എങ്കിൽ വേറെ ഒന്നിനും സമയം കിട്ടിയിട്ടില്ലെങ്കിലും കുട്ടികളെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കലുണ്ട്. കാരണം അത് അവർക്കുള്ള ഒരു ഇഷ്ടമാണ്. അവരത്രയും ടീച്ചേഴ്സിനെ പിന്നെയും കാണുന്നുണ്ട്. അവര് പറയുന്നത് അവർ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കണം, പക്ഷെ എന്നെ മറക്കുന്നില്ല എന്നിട്ടും. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പൊ അതിന് ഞാൻ നല്ല പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ മുന്നോട്ട് നല്ല രീതിയിൽ പോയിട്ടുമുണ്ട്. വിഷമം പറയും ഭയങ്കരം, കാണാൻ വരുന്നില്ലല്ലോ. ചിലപ്പോ കുശുമ്പും ഉണ്ടാവും. പുതിയ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളെ കിട്ടുമ്പോൾ കുശുമ്പായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഇതിലിങ്ങനെ വീഡിയോയിലെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നത്, എന്നെ പോലെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ചിലപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ ഒന്നും ആക്റ്റീവ് ആയിരിക്കൂല, പക്ഷെ അവർ ക്ലാസ്സിൽ ഇതുപോലെ ഭയങ്കര കുട്ടികളെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഒരുപാടുണ്ട്. അപ്പൊ എല്ലാവർക്കും കുട്ടികൾ പ്രിയപ്പെട്ടതാണ്. അപ്പൊ അവരവരെ വർക്കും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇനിയും പറ്റും വിചാരിക്കുന്നു. നിങ്ങളിപ്പോ പഠിപ്പിക്കുന്നത് സീൽ ഇന്റർനാഷണൽ സ്കൂളിലല്ലേ? അപ്പൊ അവിടുത്തെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്കൂളാണ്. അപ്പൊ അവിടത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? അതെ, ഞാൻ സീൽ ഇന്റർനാഷണൽ സ്കൂളാണ് വർക്ക് ചെയ്യുന്നത്. CBSE സ്കൂളാണ്, TP ഇൻസ്റ്റിറ്റ്യൂഷൻ. TP സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഏരിയയിൽ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. ബിസിനസ് മൈൻഡിൽ മാത്രമല്ല, ഒരു നമ്മളെ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ എങ്ങനെയൊക്കെ ആളുടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പറ്റും, ആളിലൂടെ മറ്റുള്ളവരെ എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ആളെ കണ്ട് തന്നെ പഠിക്കണം. ഈസ് വെരി സ്മാർട്ട്. ഇപ്പൊ എല്ലാവർക്കും റെസ്പെക്ട് തോന്നുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് സാറിൻ്റെത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ആ ഒരു മാനേജ്മെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ മെയിൻലി പറയുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ, സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, എല്ലാ സൗകര്യങ്ങളുണ്ട്. തിയേറ്റർ അടക്കം, ടർഫ് ഉണ്ട്, കുട്ടികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്കൂളാണ്. ഇനിയിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ള എനിക്ക് ഭയങ്കര പേഴ്സണലി തോന്നുന്ന ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മുടെ മാമാണ്, പ്രിൻസിപ്പാൾ മാമാണ്, ഷംഷാദ് മാം എന്നാണ് പേര്. അപ്പം മാമിന്റെ ഒരു പേഴ്സണാലിറ്റി ഭയങ്കര റെസ്പെക്ട് തോന്നുന്നതാണ്. മാം ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. ഭയങ്കര ഇംപ്രസ്ഡ് ആണ് ആക്ച്വലി. അതെ, സ്കൂളിൽ പോയപ്പോ എന്നോട് ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴത്തെ പ്രിൻസിപ്പാള് നല്ല സൂപ്പറാണ്, നല്ല ക്വാളിഫൈഡ് ആണല്ലേ. ഒരുപാട് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. മാം എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകും. എല്ലാ കാര്യത്തിനും മാമിന് ഒരു പ്ലാൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ B,
അല്ലെ സി. അതാണ് അതാണ് ആളുടെ ഒരു എല്ലാം പറയും. ചെയ്യും. ആ നമുക്ക് ആളോടുള്ള റെസ്പെക്ട് കൊണ്ട് നമ്മൾ പറയുന്നത്, ആള് പറയുന്നതെല്ലാം നമുക്കൊരു നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ആൾക്ക് നമ്മൾ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നതും ഇഷ്ടമാണ്. നമ്മുടെ കഴിവുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോന്ന് വരുമ്പം നമുക്ക് ഡ്യൂട്ടി ഇടുമ്പോൾ ആയാലും എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുകയും ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നമ്മൾ സ്കൂൾ തുടങ്ങുമ്പം തന്നെ കുട്ടികളെ ഡയഗ്നോസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെ ഏരിയയിലാണ് കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മാം നമ്മള് നമ്മൾ ആ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ച് നമ്മളെപ്പോഴും ചെയ്യുന്നതാണ്. ഇത്തവണ നമ്മൾ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി, അതെ, ഫൈനലിൽ ചെയ്യാണ്ട് ഇത്തവണ ഒരു എക്സാമിന് പോലും വെയിറ്റ് ചെയ്യാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പിടിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ബുദ്ധിമുട്ടുള്ള മക്കളെയൊക്കെ വേറെ തന്നെ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടു അല്ല, സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങി. സ്കൂൾ ജൂണിൽ തുടങ്ങി, ജൂലൈ കഴിയുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി അതിനു വേണ്ടി എല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ വലിയ കാര്യമാണ്. നമ്മളൊരു സ്കൂളിന്റെ പേര് ഒന്നല്ല, നമ്മളെ അടുത്ത് വരുന്ന മക്കള് ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. പാരന്റ്സും ഹാപ്പി ആകുന്ന ഒരു വിഷയം അത് തന്നെയാണ്. മാം ഷംഷാദ് മാമിനെ പറ്റി സംസാരിച്ചല്ലോ. അതുപോലെ മാമിന്റെ ലൈഫില് അതായത് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ലൈഫിൽ വന്നിട്ടും പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എടുത്തു പറയാൻ പേര് പറയാനൊന്നും പെട്ടെന്ന് ചിലപ്പോൾ ഓർമ്മയിൽ വരാത്ത കുറേ ആൾക്കാരുണ്ട്. അവരിലെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു കുറേ ഭാഗം നെഗറ്റീവ് സൈഡുള്ള ആൾക്കാരിൽ പോലും ഒരു നല്ല ചെയ്തത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയതുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. അതായത് നമ്മളെ ലൈഫിൽ വന്നു പോയ ഒരുപാട് ആൾക്കാർ, അറിയാത്തതും അറിഞ്ഞതുമായ ഒരുപാട് ആൾക്കാരിൽ നിന്ന് പലതും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. വാവ്, ഇവര് സൂപ്പർ ആണെന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ ആവണായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇനി എടുത്തു പറയാനാണെങ്കിൽ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറാണ് മോഹനൻ സർ. ഞാൻ കൂത്തുറമ്പ് ഹൈസ്കൂളില് 10th 9th പഠിപ്പിച്ച എന്റെ ഇംഗ്ലീഷിന്റെ ടീച്ചേഴ്സ് സുരേന്ദ്രൻ സാറ്, മെയിനായിട്ട് മോഹനൻ സാർ ഇപ്പൊ ഇല്ല, അദ്ദേഹം പോയി. അപ്പം ആളുടെ കാരണം ആള് ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ടീച്ചറെ ഞാൻ കാണുന്നത്. അത് ഞാനൊന്നും പറയാതെ തന്നെ, നമ്മളൊന്നും പറയാതെ തന്നെ ആള് എന്താ ചെയ്യാന്ന് വെച്ചാല് ഇങ്ങോട്ട് വന്നിട്ട് പറയും, അപ്പൊ ഇങ്ങനെ ക്ലാസ് ഉണ്ട്, അറ്റൻഡ് ചെയ്യുന്നോ, നമുക്ക് A+ വാങ്ങണ്ടേ, ഇങ്ങനെ വാങ്ങണ്ടേ എന്നൊക്കെ പറയും. ആൾക്ക് ഭയങ്കര ആവേശമാണ് നമ്മളെ കുറച്ചും കൂടി ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം. മാത്രമല്ല ക്ലാസ് റൂമിൽ മുന്നേക്കെ ആണെങ്കിൽ മിക്ക ക്ലാസ്സുകളും ടീച്ചർ വരുന്നു, ബുക്ക് എടുക്കുന്നു, പഠിപ്പിക്കുന്നു, ടീച്ചർ പോകുന്നു, വടിയെടുത്ത് വരുന്നു, ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറഞ്ഞില്ല ഇമ്പോഷൻ അടി. ഇതിനപ്പുറം ഒന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു സാറ് വന്നിട്ട് ക്ലാസ്സിൽ ഗ്രൂപ്പ് തിരിക്കുന്നു, നല്ല ഫൺ ഫിൽഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം തരുന്നു, ഓരോ പ്രാവശ്യം ഓരോ ഗ്രൂപ്പ് ആക്കുന്നു, ചെയ്യുന്നതൊക്കെ കൊള്ളാലോ. അപ്പൊ നമുക്കൊരു ഇഷ്ടം വരുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിനോടും ആ ഒരു ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് സാറിന്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചു അത് ഉറപ്പിച്ചു. അവൻ ആളെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം എക്സാമിന് മുന്നേ ഒരുപാട് ക്ലാസ് തരാൻ വേണ്ടിയിട്ട് സാറ് കാണിച്ച ഒരു ആത്മാർത്ഥതയും ആ ഒരു എഫേർട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പേരെടുത്ത് പറയാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരാത്ത ഒരുപാട് പേര്, അവരുടെ ഹാർഡ് വർക്ക്. പിന്നെ ഞാൻ മുന്നേ ജോലി ചെയ്ത സ്കൂളിലെ മനോജ് സാറ്, അവരെ പ്രിൻസിപ്പാളായിരുന്നു. അപ്പോൾ സാറ്, ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ സാറായിരുന്നു. അപ്പോൾ സാറിന്റെ കുറെ കാര്യങ്ങൾ, സാറ് സ്കൂളിന് വേണ്ടി എടുത്ത എഫേർട്ട് ഒരുപാട്, എനിക്ക് തോന്നുന്ന സാറിന്റെ ലൈഫില് ഒരുവിധ എല്ലാ സമയവും സാർ ആ സ്കൂളിന് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറെ ആൾക്കാർ, അവിടെയുള്ള ടീച്ചേഴ്സ് ആയാലും ഇവിടെയുള്ള ടീച്ചേഴ്സ് ആയാലും, മെയിൻലി ഞാൻ അവിടെ നിന്നെല്ലാം കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ അവർ സ്കൂളിന് വേണ്ടിയിട്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്, സ്കൂളിന് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ഞാൻ ജോലി ചെയ്ത ഏത് സ്കൂളായാലും നല്ല ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ടീച്ചേഴ്സ്. അപ്പം ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിലെ നമുക്ക് നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. അപ്പം നമ്മൾ എന്തൊരു കാര്യം നല്ലത് ചെയ്താലും അതിന് ചിലപ്പോൾ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആ കമന്റ്സിനൊക്കെ എങ്ങനെയാണ് നേരിട്ടത്? അതായത് എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പോസിറ്റീവ് മാത്രമാണോ ആൾക്കാർ ഇട്ടിരുന്നത്? അതിനെപ്പറ്റി അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. നമ്മളെല്ലാം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ. അപ്പോ എന്തായാലും ടീച്ചറുടെ അടുത്തുനിന്നുള്ള ആ ഒരു ഇത് എനിക്കും ഉപകാരപ്പെടും. നമ്മള് ഒരാളോട് അല്ലെ, നമ്മള് കമന്റ്സ് ഒക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അങ്ങ് കൊണ്ടുപോകുമ്പോ ആളുകൾക്ക് വെറുപ്പൊന്നും ഉണ്ടാവില്ല. അതെങ്ങനെയാണ്
ടീച്ചർ നേരിടുന്നത്? ആത്മാർത്ഥമായിട്ട് പറയാം, ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ മാത്രല്ല കേട്ടോ, ആസ് എ പേഴ്സൺ രണ്ട് ചിന്തയൊക്കെ വരും. ചിലപ്പോ നല്ല ദേഷ്യം വരും. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കുറവാണെങ്കിലും വൈറൽ ആയിക്കൊണ്ടിരിക്കുമ്പോ എന്താ വെച്ചാൽ നമ്മൾ നോർമലി ചെയ്യുന്ന വീഡിയോസിനൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫാൻസ് ഉണ്ടാവും, ഫോളോവേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവര് വർഷങ്ങളായിട്ട് നമ്മളെ ലൈക്ക് ചെയ്യും. ഒരു 100 ലൈക്ക്, ഒരു 100 ലൈക്ക്, കുറച്ച് വ്യൂസ് ഒക്കെ ആയിട്ട് എപ്പോഴും അവർക്ക് നമ്മളെ വീഡിയോസ് ഇഷ്ടമാണ്. അവര് പറഞ്ഞിട്ടുണ്ട് മോന്റെതും ടീച്ചറിന്റെ വീഡിയോ ഒക്കെ കാണുന്ന ഇഷ്ടമാണ്. അപ്പൊ അത് വലിയ റേഞ്ചിലൊന്നും ഇല്ല, കുഞ്ഞു കുഞ്ഞ്, നമുക്ക് അതൊക്കെയാണ് സന്തോഷം. പക്ഷെ വൈറലാകുമ്പോൾ നമ്മളെ കയ്യിൽ നിന്നൊക്കെ പോകുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ആൾക്കാരെടുത്ത് അപ്പൊ എല്ലാരും നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലായാലും നമ്മളെ ജീവിതത്തിലായാലും നടക്കുന്ന കാര്യമല്ല. അപ്പൊ പല രീതിയിൽ വരും. പക്ഷെ നമുക്ക് ദേഷ്യം വരും, ചില സമയത്ത് നല്ല ദേഷ്യം വരും. ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ആ സാധനം വരും. അപ്പൊ നമ്മൾ നല്ല സ്വഭാവം ഇങ്ങനെയൊക്കെ തോന്നിയെങ്കിലും നമ്മളൊരു അവരെ പോലെ ആവരുതല്ലോ. അവരും തമ്മിൽ വ്യത്യാസം. ഇപ്പൊ അമ്മയെ തല്ലിയ രണ്ടുണ്ട് പക്ഷം എന്നാണല്ലോ. അപ്പൊ രണ്ട് രീതിയിലും വരും. ഇപ്പൊ ഒരു ചെറിയ കുഞ്ഞിന്റെ വീഡിയോ ഇട്ടാൽ പോലും മോശം കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ എന്തോ ഒരു പ്രശ്നമാണ്, അത് നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ചില കാര്യങ്ങൾ അവർ പറയുന്നത് അവരെ ഒരു വ്യൂ പോയിന്റിൽ അവർ പറയുന്നതാണ്. അത് അവർക്ക് സോഷ്യൽ മീഡിയ ആണ്, പബ്ലിക്കാണ്. അപ്പൊ നമ്മളും അത് മനസ്സിലാക്കണം. അതായത് എല്ലാരും കാണുന്ന ഒരു ഏരിയ ആണ് സോഷ്യൽ മീഡിയ. അപ്പൊ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമുണ്ട്. അത് മോശം വാക്കുകളോ അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിലൊന്നും അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് ബഹുമാനിക്കും, അത് ശരിയാക്കാം. അപ്പൊ അങ്ങനെ മോശമായിട്ടൊന്നും തോന്നിയിട്ടുണ്ട് നല്ലേ പറയുന്നത്, എന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാം. ഇപ്പൊ കുട്ടികളെ ആയാലും എന്റെ ആയാലും അടുത്തേന്ന് നമ്മൾ ശരിയാക്കാം എന്ന് പറഞ്ഞാൽ അവരൊക്കെ നമ്മളൊക്കെ. അല്ല മോശമാണെങ്കിൽ കുറെയൊക്കെ വീഡിയോ കമന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് നോക്കി. പിന്നെ ചിലതൊക്കെ വരുമ്പോൾ വിചാരിക്കും ഇവര് ഷോക്കേസ് ചെയ്യുന്നത് ഇവരെ സ്വഭാവമാണ്. കുറെയൊക്കെ പകൽമാന്യന്മാരൊക്കെ ഉണ്ട്, അതായത് വേറെ ഫേക്ക് അക്കൗണ്ടിൽ വരുന്നവരുണ്ടാവും. ചിലത് എനിക്ക് മെയിൻ ആയിട്ട് ഒരു കൺസേൺ തോന്നിയ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഈ വൈറലായ സമയത്ത് കുറെ പുറത്തുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട്. മിക്കതിലും മോശം കമന്റിൽ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോ കുട്ടികളാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം പാരന്റ്സ് ഒക്കെ മെസ്സേജ് അയച്ചിട്ട് സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ, ടീച്ചറെ ഇങ്ങനെ പറ്റിയതാണ് സോറി. കാരണം അവർക്ക് ഭയങ്കര വിഷമം തോന്നി അവരെ മക്കൾ അങ്ങനെ ചെയ്തപ്പോ. പിന്നെ കുട്ടികള് അങ്ങനെ അത് പാരന്റ്സ് ശ്രദ്ധിക്കുന്നതായോണ്ട് അവർക്ക് മനസ്സിലായോണ്ട് സോറി പറഞ്ഞു. അങ്ങനെ എല്ലാത്തതും ഉണ്ട്. അവർക്ക് രണ്ട് തെറി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയില് വലിയ സംഭവമാണെന്നുള്ള അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മളൊരു മെച്ചൂരിറ്റി ലെവല് കുറച്ചൊന്ന് ഹൈ ആയിട്ട് നമ്മൾ അതങ്ങനെ അങ്ങ് ഡീൽ ചെയ്യുക, കൂളായിട്ട് ഡീൽ ചെയ്യുക. കാരണം നമ്മൾ ആ ഒരു മൂഡ് കളയാതെ അത് ഓക്കെ, നമ്മൾ അവരെ രീതിയിൽ മറുപടി പറയാണ്ട് അവർക്ക് കൊടുക്കുക വേണം. ചില കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ എന്റെ ഒരു സ്ഥാനത്ത്, ഞാനൊരു ടീച്ചർ എന്ന് പറയുമ്പോൾ എന്റെ ഒരു സ്ഥാനത്ത് നിന്നിട്ട് നോക്കുമ്പോൾ എനിക്കൊരു സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഒച്ചപ്പാടാക്കുന്നവരൊന്നും പറയാനൊന്നും പറ്റൂല. പക്ഷേങ്കിൽ അവർക്ക് കാര്യം എനിക്ക് എന്റെ മനസ്സിലുള്ളത് അറിയിക്കാൻ വേണം. ആ രീതിയിൽ നൈസായിട്ട് ഡീൽ ചെയ്യും. അതെല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വഴക്കലിട്ട് ലാസ്റ്റ് സോറി പറഞ്ഞവരാണ് കൂടുതൽ. എനിക്ക് എന്റെ മക്കളെ പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ബാക്കിയെല്ലാം ഞാൻ സഹിക്കൂ. കുട്ടികളെ വെറുതെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ മക്കൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും. പക്ഷെ അത് ഒരിക്കലും ഭയങ്കര മോശമായ രീതിയിലല്ലാണ്ട് നൈസായിട്ട് ഡീൽ ചെയ്യും. അത് പഠിച്ചു അങ്ങനെ. പിന്നെ ടീച്ചറ് ഞാന് ചോദിക്കല്ലേ എന്ന് വിചാരിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവില്ലേ, എന്താണ്? അതായത് ടീച്ചർക്ക് ചോദിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ചോദ്യം, അതെന്താണ്? അങ്ങനെയൊന്നുമില്ല, ഞാൻ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ്. ഞാൻ അത്യാവശ്യം അങ്ങനെ ഒരുപാടൊന്നും ഇങ്ങനെ അടച്ചു വെക്കുന്ന ടൈപ്പ് ഒന്നല്ല. ഇൻട്രോ അല്ല എക്സ്ട്രോ അല്ല, ഒരു ആംബിവേർട്ട് ടൈപ്പ് ആണ്. അപ്പൊ എനിക്ക് അങ്ങനെ ചിലപ്പോ നിങ്ങൾ ചോദിച്ചാലും ചിലപ്പോ അത് അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ അറിയില്ല ആക്ച്വലി. അത് ചോദ്യം ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പ്രശ്നമില്ല, അങ്ങനെ കുഴപ്പമില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മാറ്റാം ചോദ്യം, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ കമന്റ് ഡീൽ ചെയ്യുന്ന പോലെ ഒരു ചോദ്യം ഡീൽ ചെയ്യാൻ പറ്റണം. നമ്മളൊരു ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള, ഈ പൂച്ച 4 കാലിലെ വീഴൂ എന്നെല്ലാം പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ പഠിച്ചു. ഇപ്പൊ കുട്ടികളെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും മാമിനെ ഇഷ്ടമാണ്. അപ്പൊ ഓരോ കുട്ടികളും വന്നിട്ട് ചോദിക്കൂലേ മാമിന് അന്നല്ലേ കൂടുതൽ ഇഷ്ടം? അത് നേരിട്ടിട്ടുണ്ടോ? അതിന്റെ ഒരു ഇതെങ്ങനെയാ എക്സ്പീരിയൻസ്? എന്നാലും ഒരു ടീച്ചർ ആകുമ്പോ ആ കുട്ടിക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും, നമ്മളെ ആണ് ഇഷ്ടം അല്ലെ? അപ്പൊ വന്നിട്ട് ചോദിക്കൂലേ എന്നെ ആണോ ഇഷ്ടം, ഇവളെ ആണോ ഇഷ്ടം എന്നെല്ലാം ചോദിക്കൂലേ? അപ്പൊ അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്?
എന്റെ ദൈവമേ, ഞാൻ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു പ്രശ്നമാണ് അത്. ആ ഒരു ചോദ്യം അവര് വന്ന് ചോദിച്ചാല് ഞാൻ അവിടെ ഉരുകും. കാരണം നമ്മളെ കുട്ടികള് എല്ലാരും അത് ഒരാൾ ചോദിക്കും, വേറെ തന്നെ വന്നിട്ടും ചോദിക്കൂല, എല്ലാരും മുന്നിന്നാ ചോദിക്കുക. അപ്പൊ നമ്മളിൽ ആരും ഏറ്റവും ഇഷ്ടം, ഫേവറേറ്റ് സ്റ്റുഡന്റ് ഏതാന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് കുട്ടികളെ വിഷമിപ്പിക്കാൻ പറ്റില്ല. നമുക്കിപ്പോ ചിലപ്പോ ഒരു ഇച്ചിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതെല്ലാം തോന്നും. അങ്ങനെ കുരുത്തം കെട്ട കുട്ടികളെ ടീച്ചേഴ്സിനെ കുറച്ചും കൂടി ഒരു അങ്ങനെയൊക്കെ പറയല്ലോ. എന്നാലും മറ്റുള്ള ഇഷ്ടമല്ല എന്നല്ല. അപ്പൊ കുട്ടികളോട് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ അവരെ മനസ്സ് വേദനിപ്പിക്കാനും പാടില്ല. അപ്പൊ ഏറ്റവും പേടിയുള്ള ഒരു ചോദ്യമാണിത്. അപ്പൊ ഞാനെന്താ ചെയ്യുന്നത് വെച്ചാല്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഞാനത് നൈസായിട്ട് ഡീൽ ചെയ്യും. അത് ഡീൽ ചെയ്യുന്ന ഞാൻ ആത്മാർത്ഥമായി ചെയ്യുന്നതാണ്. അത് അവരെ ഇതാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ പറയും, എനിക്ക് നിങ്ങളിൽ ഓരോ ആളിലും ഓരോ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല സമയം എടുത്തിട്ട് ഓരോ ആളെ കുറിച്ചിട്ടും ഞാൻ അവരെന്തുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം, അവരെ പ്രത്യേകത എന്താണ്, അവരിൽ ഇനി മാറ്റാനുള്ള എന്തെങ്കിലും കൊണ്ട് അത് എല്ലാം പറയും. ചിലപ്പോ ഒരു പീരീഡ് ഞാൻ അതിനു വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. ആക്ച്വലി എനിക്ക് ഇപ്പോഴും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല. ഇപ്പൊ മോളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒന്നിച്ചുള്ള ഒരുപാട് കുട്ടികളുണ്ട്. എനിക്ക് എല്ലാരും ഇഷ്ടം. എന്തായാലും എന്നെ പോലെ തന്നെ നിങ്ങളും കേട്ടല്ലോ ടീച്ചറുടെ വിശേഷങ്ങൾ. 2K കിഡ്സും നമ്മളെ 90 കിഡും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഒരുപാട് വൈബിങ് എക്സ്പീരിയൻസ്, വൈബിങ് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.